ശരി, ഇപ്പോൾ പാലക്കാട് BJP ഓഫീസിൽ പുതിയ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സംസാരിക്കുകയാണ്. സ്വന്തം കൂടപ്പറപ്പുകള് കൺമുൻപില് പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ടും ഈ ആദർശത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകാത്തതായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഒരു കാറ്റ് വീശാറുണ്ട്. ഒരു ആദർശത്തിന്റെ തീച്ചൂളിൽ നിന്നൊരു കാറ്റ് വീശാറുണ്ട്. ആ കാറ്റ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാല് വേദിയിലിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകളൊക്കെ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ബലിദാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ മാത്രം മതി ഈ പാർട്ടിയെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട്. സർവ്വസാധാരണക്കാരന്റെ ഹൃദയത്തിലാണ് BJP ഉള്ളത്. അത്തരത്തിലുള്ള സാധാരണക്കാരുടെ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് ഈ പാർട്ടി ഇന്ന് കേരളത്തിലെ ഉടനീളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചില തകരകള് ഈ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് നിങ്ങൾ എന്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി വിട്ട് പുറത്തു പോയതാണെങ്കിലും ഇപ്പൊ മറ്റു പാർട്ടിയിലെ സ്ഥാനം കിട്ടാതെ ഈ സ്ഥാനത്തിന് വേണ്ടി തേരാപ്പാറ കേരളം മുഴുവൻ അലഞ്ഞു നടക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്ന ആളുകളെ മുഴുവൻ ആളുകളും നേതാക്കന്മാരും ആക്കി മാറ്റിയത് ഉച്ചത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമസ്തേ സദാവത്സല എന്ന് പാടിയിട്ടുള്ള സ്വയം സേവകരാണ്. അവരാണ് ഓരോരുത്തരെയും നേതാക്കന്മാരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് വേദിയിലെ കസേരകളല്ല വേണ്ടത്, പ്രവർത്തകരുടെ ഹൃദയത്തിലെ സ്ഥാനമാണ് വേണ്ടത്. അതിനുവേണ്ടി പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് വരേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. ലീഡർഷിപ്പ് ഇറ്റ്സ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് ആൻ ആക്ഷൻ. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് ആക്ഷൻ. അതുകൊണ്ട് എല്ലാ ആളുകളുടെ മുൻപിലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ നിരന്തരമായി എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. രാവിലെ ഞാൻ എണീക്കുന്നതിനേക്കാളും മുൻപ് ഇന്ന് പ്രിയ ചേച്ചി ഏഷ്യാനെറ്റിൽ എന്നെ വിളിച്ച് എണീപ്പിക്കുകയാണ്. കാരണം എന്തെങ്കിലും വാർത്തകൾ പറയാനായിട്ട് കിട്ടുമെന്നുള്ളത്. നിങ്ങളോട് എല്ലാവരുടെ ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ്. ഒരേ മനസ്സോടുകൂടി ഒരു ആദർശത്തിന് വേണ്ടിയിട്ട് 100 കണക്കിന് പ്രവർത്തകർ ബലിദാനികളായ ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടാണ്. ഇവിടെ പാലക്കാട്ട് BJP യിൽ പ്രശ്നങ്ങളില്ല എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയണം. ഒപ്പം സന്ദീപ് വാര്യരെ വിമർശിക്കുന്നുമുണ്ട്.